ഈസി ആയിട്ട് പൂജകളും വഴിപാടുകളും ഒന്നും ചെയ്യാതെ തന്നെ അർപ്പണ ബോധത്തോടെ നമ്മുടെ എഫേർട്ട് കൊണ്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ആ അമ്മയുടെ ഉപദേശങ്ങൾ നമ്മൾ വളരെ ഇതായിട്ട് വേറൊന്നും ചിന്തിക്കാതെ ബ്ലൈൻഡായിട്ട് അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെ നേർവഴിയിലേക്ക് ഈ ജന്മത്തിൽ നമ്മുടെ എന്താണോ നമ്മുടെ ഗ്രഹത്തിലുള്ള ആ രാജയോഗങ്ങളോ രാജകലകളോ പ്രസന്നതയോ ഇപ്പം ജോലിയിലുള്ള പ്രശ്നങ്ങളോ വീട്ടിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ പതുക്കെ 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 മാറും. ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു, ഇതുപോലെ പ്രൊമോഷൻ കിട്ടാതെ വരിക, വേണ്ട അംഗീകാരം കിട്ടാതെ വരിക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ വിഷ്ണു മന്ത്രങ്ങൾ ജപിച്ചാൽ മതി, ശരിയാകും. മതി, വിഷ്ണു മന്ത്രങ്ങൾ മതി. വിഷ്ണു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വ്യാഴഗ്രഹത്തിന് ഡിനോട്ട് ചെയ്യുന്നത് നാരായണനാണ്. ആ നാരായണന്റെ വിവിധ അവതാര ഭാവങ്ങളാണ് കൃഷ്ണനായിട്ടും നമ്മൾ അങ്ങനെയൊക്കെ ആരാധിക്കുന്ന ഒരാളെ തന്നെയാണ്. അപ്പൊ ആ ബൃഹസ്പതിയെ നമ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഗുരുവിനെ നമ്മൾ അങ്ങോട്ട് ആരാധിക്കുകയാണ്. മറ്റേത് പറഞ്ഞാൽ ഓം നമോ നാരായണ, അത് രണ്ടും തുല്യാണ്. അപ്പൊ ഈ രണ്ട് മന്ത്രങ്ങളും ജപിച്ച് മതി. നമ്മൾ വളരെ ഓൾമോസ്റ്റ് 100% തന്നെ നമുക്ക് പറയാം, 99 ഒന്നും അല്ല. കാരണം എന്താ വെച്ചാൽ അത് അർപ്പണ മനോഭാവത്തോടുകൂടി ഇതിലേ ഉള്ളൂ ശരണാഗതി എന്നുള്ള രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്താ വരുന്നതെന്ന് നമുക്ക് അറിയാതെ ഒരു ഗുരു നമ്മളിലേക്ക് എത്തും. നമ്മൾ തേടിപ്പോവല്ലേ ചെയ്യണേ. ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾക്ക് ഒരു ഗുരു നമ്മളിലേക്ക് എത്തും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഈ ജന്മത്തും മടിക്കും. അങ്ങനെ ബ്ലൈൻഡായിട്ട് നമ്മൾ അവരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ നമ്മൾ അത് ശരിയായിരിക്കും അല്ലെങ്കിൽ ഒരു ഗുരു മാറി വേറെ ഗുരു അങ്ങനെ പല സ്ഥലത്ത് പോകുന്നവർ ചിലപ്പോൾ പറയാം അമൃതാനന്ദമയി ഒരു ഗുരുവാണ്. അപ്പൊ അത് ആ ഗുരുവിനെ നമ്മൾ അന്ധമായി വിശ്വസിച്ച് പോയാൽ നമുക്ക് ഉന്നമനം ഉണ്ടാകും. നമ്മൾ ആദ്യം പഠിക്കണം. അല്ലാതെ ഗുരുവിന്റെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഇവർക്ക് വാസന കൂടും. അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഗുരുവിൽ എന്താണോ അത് ബ്ലൈൻഡായിട്ട് നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഇയാൾക്ക് തീർച്ചയായിട്ടും അപ്പൊ ഗുരു ആരാധനയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ജന്മത്തിൽ അവർക്ക് അപ്പൊ അതുകൊണ്ടാ പറയാം, ഞാൻ അമ്മയുടെ അടുത്ത് പോയി അതോടുകൂടി എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇത്രയും ആൾക്കാരുണ്ട്. അതൊക്കെ ഒരുപക്ഷെ അവർക്ക് ഈ ഗുരു ശാപമായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പൊ ഒരു ഗുരുവിനെ നമ്മൾ ഈ ജന്മത്തിൽ അറിയാതെ എപ്പോഴോ ചെന്ന് വിടും അവിടെ. അപ്പൊ ആ അമ്മയുടെ ഉപദേശങ്ങൾ നമ്മൾ വളരെ ഇതായിട്ട് വേറൊന്നും ചിന്തിക്കാതെ ബ്ലൈൻഡായിട്ട് അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെ നേർവഴിയിലേക്ക് ഈ ജന്മത്തിൽ നമ്മുടെ എന്താണോ നമ്മുടെ ഗ്രഹത്തിലുള്ള ആ രാജയോഗങ്ങളോ രാജകലകളോ പ്രസന്നതയോ ഇപ്പം ജോലിയിലുള്ള പ്രശ്നങ്ങളോ വീട്ടിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ പതുക്കെ 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 മാറും. അത് പക്ഷേ ഈ നമ്മൾ ശരിക്കും ബ്ലൈൻഡായിട്ട് നമ്മൾ അതിൽ വിശ്വസിക്കുക. ഓം നമോ നാരായണ എന്ന് പറയുന്ന ഒരു 4 അക്ഷരം 5 അക്ഷരം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുകൊണ്ട് പറ്റുമോ എൻ്റെ പ്രോബ്ലം എന്ന് വിചാരിക്കരുത്. ഇതേ ശരണം, ഇതേ ഉള്ളൂ ശരണം എന്ന് സംശയിക്കരുത്. ഭാവത്തിനാണ് പ്രധാനം. നമ്മൾ ഏത് ഭാവത്തിലാണോ ഭഗവാനെ ഈ ഭഗവാന് ശരണാഗതി കൊടുക്കുക തരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ശരണം പ്രാപിക്കുക. നമ്മൾ തീർച്ചയായിട്ടും നാരായണ മന്ത്രം, ബൃഹസ്പതി മന്ത്രം, ഇതൊക്കെ 108 തവണ. അത് വല്ലപ്പോഴും ഇന്നിപ്പോൾ ഗുരു എന്നെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ ബോസ് വഴക്ക് പറയുമ്പോൾ ഓടിപ്പോയി ആ നാരായണ 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 108 പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് പങ്ക്ച്വലായിട്ട് രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സ് ശാന്തമായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എഴുന്നേറ്റ് വിഷ്ണു ആരാധന നടത്തുക, നാരായണ മന്ത്രങ്ങൾ ജപിക്കുക. എല്ലാ തടസ്സങ്ങളും മാറി ഈ ഗുരുശാപം മൂലം ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഈസി ആയിട്ട് പൂജകളും വഴിപാടുകളും ഒന്നും ചെയ്യാതെ തന്നെ അർപ്പണ ബോധത്തോടെ നമ്മുടെ എഫേർട്ട് കൊണ്ട് മാറ്റാൻ പറ്റും. കാരണം ഭൂരിഭാഗം ആൾക്കാർക്ക് സംഭവിക്കുന്നത് ഇത് എന്തുകൊണ്ടാണെന്നറിയാതെ നമ്മൾ ബോസിനെ ദേഷ്യം പിടിപ്പിക്കും, അല്ലെങ്കിൽ എൻ്റെ കൊളീഗാണ് പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ് പ്രശ്നം, അല്ലെങ്കിൽ വീട്ടുകാരാണ് പ്രശ്നമെന്ന് നമ്മൾ വിചാരിക്കാതെ ഇതെന്താണെന്നുള്ള കാതലായ പ്രശ്നം നമ്മളൊരു അസ്ട്രോളജർക്കാണ് അത് ഏറ്റവും ഈസി ആയിട്ട് പറ്റുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സ്വപ്രയത്നം ആവശ്യമാണ്. ഒരു ദിവസമോ 2 ദിവസമോ 108 തവണ ചൊല്ലിയാൽ പോരാ, ഭഗവാനും തോന്നണം. മനസ്സിലായോ? നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആളിന് തോന്നണ്ടേ. ഇയാളിപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്ന്, പണ്ടൊക്കെ അങ്ങനെയാണ്, ശിഷ്യന്മാർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്നും വാ ഇരുന്ന് ഇത് പഠിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കില്ല. അവർ ഇവനെ എങ്ങനെയാ ഈ വിഷയം പഠിക്കാനുള്ള ഒരു അവഗാഹം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവരുണ്ടോ എന്നൊക്കെ നോക്കും. അതുപോലെ തന്നെ ഭഗവാനും നോക്കും. ഇവനിങ്ങനെ നാരായണ നാരായണ എന്നൊക്കെ പറയാം. കഴിഞ്ഞ ജന്മത്തെ ഒരുപാട് കുതന്ത്രങ്ങൾ മുഴുവനും ഗുരുവിന് ചെയ്തു വെച്ചിട്ട് ഇന്നിപ്പോൾ നാരായണ നാരായണ എന്ന് വിളിക്കുമ്പോൾ 2 3 തവണ വിളിച്ചാൽ ഞാൻ കൊടുക്കണോ? അത് നമ്മുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ്, നമ്മുടെ പാപത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്തുമാത്രം ഡെപ്തിലാണ് ആ ഗുരുവിനെ നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ച് അത്രത്തോളം കൂടുതൽ സമയം ചിലപ്പോൾ നമ്മൾ
നാരായണ മന്ത്രത്തിലേക്ക് ഇൻവോൾവ് ജപിക്കേണ്ടി വരും. അത് നമ്മുടെ ആ ഒരു ഇതുപോലെ ഇരിക്കും. ഏത് വ്യക്തിയാണോ ജപിക്കുന്നത് അയാൾ എത്ര അർപ്പണ ബുദ്ധിയോടുകൂടിയാണ് ചെയ്യുന്നത്, എത്ര സമർപ്പണമുണ്ട് ദൈവത്തിലേക്ക്, അത് എത്ര ബ്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ, ബ്ലൈൻഡ് ബിലീഫാണ് വേണ്ടത്. അതിൽ തിങ്കിങ് ഒന്നും പാടില്ല. പ്രാക്ടിക്കൽ തിങ്കിങ്ങൾ ഇതുകൊണ്ട് പറ്റുമോ പറ്റില്ല, ഇത് മതിയോ, അങ്ങനെ വിചാരിക്കരുത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു ഗുരുവിനെ, ഈ ഇങ്ങനെയുള്ള പ്രശ്നം ഇവർക്ക് ഗുരുവിനെ കിട്ടാൻ പാടാ. കാരണം ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല ഗുരുക്കളെ. ഗുരുക്കന്മാരെയൊക്കെ അവർ വിചാരിക്കണതെന്ന് വെച്ചാൽ ശരിയാണ്, അയാൾ ശരിയായിരിക്കുമോ, അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞൂലോ എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കാതെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഗുരു തനിയെ വരും. ഈ പ്രാർത്ഥന കൊണ്ട് ഗൈഡ് ചെയ്യാൻ ഒരാൾ വരും, അയാളാണ് ഗുരു. അത് ഇപ്പം ഏത് രൂപത്തിലാകാം. നമ്മളെ ഗൈഡ് ചെയ്യാൻ പാകത്തിനൊരാൾ നമുക്ക് ദൈവം കാണിച്ചു തരും. ആ നാരായണ മന്ത്രങ്ങളുടെ ബലാത. അപ്പം നമ്മളിങ്ങനെ എന്താണ് ചരട് പോയ വട്ടം പോലെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗൈഡ് ലൈൻ കൊടുക്കും ഗുരു. ആ ഗുരു എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലും വരാം. ഭാര്യയുടെ രൂപത്തിൽ വരാം, അമ്മയുടെ രൂപത്തിൽ വരാം, വഴിയിൽ പോകുന്ന ഒരാളെ സുഹൃത്താകാം, ബോസാകാം, ആരും ആകാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആത്മീയ ഗുരുവായിരിക്കാം. അതൊക്കെ നമ്മളുടെ ആ ഒരു അപ്രോച്ച് പോലെ തേടി വരും. നന്ദി. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.